നമസ്കാരം. UDF രാഷ്ട്രീയം രാജൻ ബാബു വിഷയത്തിൽ തന്നെ തങ്ങി ഉടക്കി നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തേതും. ഏതായാലും മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്ന വാർത്തയെ ശരിവെക്കുന്ന രീതിയിൽ വിജിലൻസിന്റെ നിരീക്ഷണങ്ങളും കൂടി വരുന്നു. മൈക്രോ ഫിനാൻസിന്റെ പേരിൽ SNDP യോഗം തട്ടിപ്പ് നടത്തിയെന്ന് വിജിലൻസ് 80.3 ലക്ഷത്തിന്റെ തട്ടിപ്പ് നടന്നതായി രഹസ്യ പരിശോധനയിൽ കണ്ടെത്തതായി വിജിലൻസ് പ്രത്യേക കോടതിയിൽ അറിയിച്ചു. VSന്റെ ഹർജി പരിഗണിക്കവെയാണ് വിജിലൻസ് ഇക്കാര്യം അറിയിച്ചത്. അതോടൊപ്പം തന്നെ പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം, രാജൻ ബാബുവിന്റെ നിലപാട്, വെള്ളാപ്പള്ളിയുടെ അഭിഭാഷകനായ രാജൻ ബാബു ചെയ്തത് മുന്നണിക്ക് നിരക്കാത്ത കാര്യമാണ് എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രാജൻ ബാബുവിനെതിരെ കൈക്കൊള്ളേണ്ട നടപടി UDF തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളാപ്പള്ളി വഴി UDFുമായി ബന്ധം സ്ഥാപിക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു. ഈ വിഷയം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം, പൊതുവിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ തർക്കങ്ങൾ തന്നെയാണ് ഇന്നും ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുക. നമ്മളൊപ്പം തത്സമയം ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ ശ്രീ A. റഹീം, ഒപ്പം തന്നെ ശ്രീ M. വിൻസെന്റ്, ശ്രീ ഫക്രുദ്ദീൻ എന്നിവർ ചേർന്നു. ഒപ്പം തന്നെ ടെലിഫോൺ ലൈനിൽ അഡ്വക്കേറ്റ് B. ഗോപൻ, JSS സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹവും ഒപ്പം തന്നെ ശ്രീ KK ഷാജുവും ടെലിഫോൺ ലൈനിൽ ചേർന്നതാണ്. ആദ്യം തന്നെ ശ്രീ M. വിൻസെന്റ്, ഇവിടെ നിലപാടിന്റെ വലിയൊരു പ്രശ്നമാണ്. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി BJPക്കൊപ്പം ചേർന്നു, വലിയ വിവാദങ്ങൾ ആർശങ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായാലും ഒക്കെ തന്നെ വലിയ വാക്ക് തർക്കങ്ങളിലേക്ക് പോയൊരു സാഹചര്യം ഒക്കെ ഉണ്ടായപ്പോഴാണ് ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രാജൻ ബാബുവിനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ മറുപടി പറയേണ്ട ഉത്തരവാദിത്തം താങ്കൾ ഉൾപ്പെടുന്ന വ്യക്തികൾക്കുണ്ട്. ഇത് സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ 5-ാം തീയതി തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും അസന്നിഗ്ധമായി തന്നെ യാതൊരു സംശയങ്ങൾക്കും ഇട നൽകാത്ത വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. KPCC പ്രസിഡൻറ്റും അതുപോലെ തന്നെ പാർലമെൻ്ററി പാർട്ടി നേതാവും പറഞ്ഞതിനപ്പുറം പിന്നെ ആരെങ്കിലും ഇതിനെ സംബന്ധിച്ച് പറയേണ്ടതില്ല. ഇവിടെ ശ്രീ AN രാജൻ ബാബു എടുത്തത് മുന്നണി മര്യാദയ്ക്ക് നിരക്കാത്ത ഒരു നിലപാടാണ് ഇതിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ പിന്നെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് നിന്ന് ജാഥ നടത്തുന്നതിനും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ രാജൻ ബാബുവിനെടുത്ത് കോൺഗ്രസിന്റെ തലയ്ക്ക് അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇവിടെ BJPയുമായിട്ടുള്ള ഒരു ഫൈറ്റിൽ കോൺഗ്രസിനെ നിങ്ങൾ സംശയത്തിന്റെ നിലയിൽ നടത്തേണ്ട കാര്യമില്ല. ഇവിടെ കോൺഗ്രസ് പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് BJP. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് മുക്ത ഭാരതത്തിനാണ് BJP ലക്ഷ്യമിടുന്നത്. ഇവിടെ കേരളത്തിൽ എന്നെ പറയാൻ അനുവദിക്കൂ, കേരളത്തിൽ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ BJP ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം ജയിക്കണമെന്നാണ്. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും കോൺഗ്രസ് ജയിക്കാൻ പാടില്ല എന്ന തരത്തിൽ പ്രചരണം നടത്തുന്നവരാണവർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണവർ. കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളെ കോടതി കയറ്റുന്നത് ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഉന്മൂലനാശം നടത്താൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് BJP. ആ BJP കോൺഗ്രസുമായി ബന്ധമുണ്ടാക്കുമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവതും പിണറായി വിജയനും തമ്മിലുണ്ടാക്കിയ ബാന്ധവത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറയാൻ അനുവദിക്കൂ. ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരായി, രമേശ് ചെന്നിത്തലയ്ക്കെതിരായി, VM സുധീരനെതിരായി ഈ രാജൻ ബാബുവിനെ പോലുള്ള ആളുകളെ എടുത്ത് അടിക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ലാത്ത കാര്യമാണ്. ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണൂരിലുണ്ടായ സംഘർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവന ഒന്ന് സമയം ഒരു സമാധാന കാലഘട്ടമാണ്. ആ സമാധാന കാലഘട്ടത്തിൽ പറയുകയാണ് നമുക്ക് ചർച്ച ചെയ്യാമെന്ന്. ഉടനെ പാർട്ടിയുമായി ആലോചിക്കാതെ യാതൊരു വേദിയിലും ചർച്ച ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാണ്. ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞാൻ എന്റെ ചർച്ചയിൽ ഉന്നയിച്ച ഒരു കാര്യത്തിനും താങ്കൾ മറുപടി ഞാൻ മറുപടി പറയാം. കോടതി കയറിയത് ആര് കാരണമാണ്? മാർക്സിസ്റ്റ് പാർട്ടി കാരണമാണോ? വെള്ളാപ്പള്ളി നടേശൻ കോടതിയിൽ പോയി ജാമ്യം എടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയത്, കോടതിയിൽ ജയിലിലടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ റഹീം, ഇവിടെ സൂചിപ്പിച്ച പോലെ യുക്തി ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അല്ല, ശ്രീ വിൻസെന്റ് പറഞ്ഞത് യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ ഏറ്റവും രസകരമായ തമാശ, കേരളത്തിൽ BJP ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പരാജയപ്പെട്ട് കാണാനാണ്. ഞാനൊരു കാര്യം ചോദിച്ചു, അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ എന്താ? ഈ ഉമ്മൻചാണ്ടിയും BJPയും തമ്മിലൊരു ബന്ധം
ഞാൻ കോൺഗ്രസിനെ മാറ്റി ഇപ്പോൾ ശ്രീ ഫക്രുദ്ദീനെല്ലാം പറഞ്ഞതിൻ്റെ ഭാഗമായി തന്നെ ഞാൻ പറയുന്നത്, ഉമ്മൻചാണ്ടി കുറേ കാലമായി കേരളത്തിൽ കാണിക്കുന്നത് ഒരു പവർ ഗെയിമാണ് അദ്ദേഹം കാണിക്കുന്നത്. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യും. അത് അഴിമതിയുടെ കാര്യത്തിലായാലും ശരി, കേസ് അട്ടിമറിക്കുന്ന കാര്യത്തിലായാലും ശരി, ജഡ്ജിമാർക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിലായാലും ശരി, BJPയുമായും മറ്റ് ജാതി സംഘടനകളുമായിട്ടും ബാന്ധവമുണ്ടാക്കുന്ന കാര്യത്തിലായാലും. അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ശ്രീ വിൻസെൻ്റ് പറയണം, എന്താ പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രി? ഞങ്ങളും BJPയും തമ്മിലാണ് പ്രധാന മത്സരം എന്നല്ലേ പറഞ്ഞത്. വ്യക്തമല്ലേ ബന്ധം? വളരെ കൃത്യമായ ബാന്ധവം നമുക്ക് എല്ലായിടത്തും. ഞാൻ പറയട്ടെ പരസ്പരം മത്സരിക്കുന്നവർ എങ്ങനെയാ ബന്ധപ്പെടുന്നത്? ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പറയേണ്ട എന്ത് സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അരുവിക്കര തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും തമ്മിലായിരുന്നു ബാന്ധവമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ 100-ലധികം കുടുംബയോഗങ്ങളിൽ ശ്രീ ഉമ്മൻചാണ്ടി പങ്കെടുത്തു. ഏതെങ്കിലും ഒരു ക്ലിപ്പിങ്ങിൽ ആ മുഖ്യ എതിരാളിയായി BJPക്കെതിരെ ഒരു വരി പറഞ്ഞത് കാണിച്ച എന്തേ പറയാത്തെ? മുഖ്യ എതിരാളി BJP ആണെന്ന് കോൺഗ്രസിന് ബോധ്യമുണ്ട് എങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അരുവിക്കര മണ്ഡലത്തിൽ നടത്തിയ ക്യാമ്പയിനിൽ ആ മുഖ്യ എതിരാളിക്കെതിരെ എന്തുകൊണ്ട് പറഞ്ഞില്ല? വെറുതെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഗെയിമായിരുന്നു അത്. ഇത് രാഷ്ട്രീയ തന്ത്രം. ഇവിടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു വലിയ നാടകം ഇവിടെ അരങ്ങേറുകയാണ്. അധികാരത്തിലേക്ക് തുടർഭരണം എന്ന് ഉമ്മൻചാണ്ടി പറയുന്നു. ഉമ്മൻചാണ്ടിക്ക് തുടർഭരണത്തിന്റെ സാധ്യത ഉമ്മൻചാണ്ടി സ്വപ്നമെങ്കിലും കാണാൻ കഴിയുമെങ്കിൽ അത് BJPയുമായ ഒരു അവിശുദ്ധ സഖ്യം 91 മോഡൽ ഉണ്ടാക്കാതെ സാധിക്കില്ല. ഇത് ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കാണ് അറിഞ്ഞൂടാത്തത്? ഏത് ദുർബലനായ മനുഷ്യനും മനസ്സിലാകും. ഇതിവിടെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളിയുമായി കൃത്യമായ ബാന്ധവമുണ്ട്. R ശങ്കറിന്റെ പ്രതിമാനാച്ഛാദനം ഇതെല്ലാം മാറ്റി നിങ്ങൾ ഓരോ ദിവസത്തെ അദ്ദേഹത്തെ എടുക്കുക. കുറേ പ്രവീൺ തൊഗാഡിയ വെള്ളാപ്പള്ളി നടേശന്റെ വീട് സന്ദർശിക്കുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ സംഘപരിവാറുമായി അടുക്കുന്നുള്ള ചില ഇടപെടലുകൾ വരുന്നു.